Hello guys, welcome back to shini'skitchen. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതെന്ന്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് ബാസ്മതി റൈസാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിക്കാൻ പാത്രമുള്ള വെള്ളം എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് അധികം വെള്ളമാണ് നമുക്കിവിടെ വേണ്ടത്. കാരണം നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ അരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നാലാണ് നമ്മുടെ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി അരി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിൽ 70% വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. ഇപ്പം അവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഊറ്റിക്കൊടുക്കാം. നമ്മുടെ അരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കയ്യിലെടുത്തതാ ഇങ്ങനെ ഒടിക്കാൻ പറ്റുന്ന പാകത്തിന് വേണം നമ്മുടെ ഈ അരി ഒന്ന് വേകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തത്, പിന്നെ ഒരു 4-5 ബീൻസ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ സവാള 2 ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ സോസാണ്. അത് 2 ടീസ്പൂണാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മുട്ടയാണ്. ഒരു 3 മുട്ട ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പെപ്പർ പൗഡറാണ്, ഒരു ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. പിന്നെ സോയാ സോസ് നമുക്ക് വേണം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. അതുപോലെ തന്നെ സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൽ സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ് നമുക്കിവിടെ കിട്ടാനില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് ആണ്. അതുപോലെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് പെപ്പർ പൗഡർ എടുത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇപ്പം ചേർക്കുന്ന 1 ടീസ്പൂണാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ നടുവിലേക്ക് നമുക്കൊരു 3 മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൂറ്റി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഞാനാണെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ച ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 3 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാത്തതുകൊണ്ട് തന്നെ നല്ല എളുപ്പമായിരിക്കും നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ നടുവിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂണാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കടയിലൊക്കെ നമ്മൾ ഫ്രൈഡ് റൈസ് വാങ്ങുമ്പോൾ ഈ ബട്ടറൊക്കെ തന്നെയാണ് നല്ല ടേസ്റ്റ് തരുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ സോയാ സോസാണ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.